ശ്രീ ആരിഫ് ഹുസൈൻ സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മറ പിടിച്ചുകൊണ്ട് ഈ ഭീകരാക്രമണം തന്നെ ഒരു പ്ലോട്ട് ഉണ്ടാക്കലായിപ്പോയി എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ രാജ്യത്തിനകത്തും പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ലക്ഷ്യങ്ങളുണ്ടോ? അത് പുൽവാമ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. ഇത് നമ്മൾ ഇന്നലെയും സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ വളരെ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ അതിനകത്ത് മൾട്ടി ഫാക്ടോറിയൽ ആണത്. അതിൽ ഓരോ ഫാക്ടറിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ആളുകൾ അഡ്രസ്സ് ചെയ്യണം. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് പകരം ഇതിൽ ചില കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നും ചില കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ചില തീട്ടൂരങ്ങൾ ഇറക്കി വെക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് പറയുന്നതിന് പകരം ഇതിൽ ചില കോൺസ്പിറസി തിയറികൾ കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ വഴി പാടെ തെറ്റിക്കുന്നൊരു അവസ്ഥ അതും കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ അപലപിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമായിട്ട് ഇവിടെ വരുന്നത്.